6:30 തന്നെ തുകിന വന്നെത്തി. അവളുടെ ബാക്ക് സീറ്റിൽ വിനീഷയും ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ ബൈക്കിൽ വിനുവും. വിനീഷയും തുകിനയും സുമയുടെ അടുക്കലെത്തി. വിനീഷ ഇവരാരെന്ന് കൺമുന കൊണ്ട് ചോദിച്ചു. സുമ പറഞ്ഞു, തുകിനയുടെ അച്ഛൻ്റെ എഞ്ചിനീയറിൻ്റെ അച്ഛനും അമ്മയുമാണ്. വടം പോലുള്ള മാല, കൈ നിറയെ വള, കഴുത്ത് ഇറുകെ മിന്നുന്ന നെക്ലസ്, സ്വർണ്ണ വാച്ച്, ഹാൻഡ് ബാഗും ലക്ഷങ്ങൾ വിലപിടിപ്പുള്ളതാണെന്ന് കണ്ടാൽ അറിയാം. ലൈറ്റ് നീല ബ്രൂഷോ സാരിയാണ് ധരിച്ചിരിക്കുന്നത്. ഒരുങ്ങിയിട്ടില്ലെങ്കിലും മനോഹരിയായ മുഖം, റോയൽ ലുക്ക്. വിനുവും അവരെ കണ്ടു. കണ്ട ഉടനെ ബൈക്ക് സ്റ്റാൻഡ് ചെയ്ത് ദൂരത്ത് കണ്ട ഒരു കസേരയിൽ അവനിരുന്നു. വിനീഷ പോയി അവനടുത്തായി നിന്നു. തുകിന വിനീഷയുടെ അടുക്കലെത്തി. വിനീഷേ, അസുഖം കൂടിയെന്ന്. ശ്വാസം കിട്ടാതെ അച്ഛൻ വിഷമത്തിലാണെന്ന് നേഴ്സ് എന്നോട് പറഞ്ഞു. നന്നായി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായി, ഈ വന്നവർ കാരണമാവും അച്ഛൻ ഈ അവസ്ഥ വന്നത്. വിനു പറഞ്ഞ വാക്ക് കേട്ട് തുകിന അമ്പരന്നു. അവൾ അവനെ നോക്കി. ആ നോട്ടം ഏൽക്കും മുന്നേ കർച്ചീഫ് നിലത്ത് വീണത് എടുക്കാൻ അവൻ കുനിഞ്ഞു. തുകിന വീണ്ടും തിരികെ പോയി ICUവിന് മുന്നിലിരുന്നു. പറഞ്ഞതിൽ ഒരബദ്ധവും സംഭവിച്ചതായി ഗോവിന്ദിൻ്റെ അച്ഛന് തോന്നിയില്ല. അയാൾ അനങ്ങാതെ പിന്നോട്ട് കയ്യും കെട്ടി നിന്നു. നിങ്ങൾ എന്തു പറഞ്ഞു? നടന്നല്ലോ. എന്താണത് പറഞ്ഞത്? ഭാര്യ നിർബന്ധിച്ച് ചോദിച്ചു. ഒടുവിൽ അയാൾ അത് പറഞ്ഞു. കണ്ണുപോയ അപ്പൂപ്പൻ്റെ കഥ അയാളോട് പറഞ്ഞു. ഇടയ്ക്ക് വെച്ച് കണ്ണുപോയാലുള്ള അവസ്ഥ കേട്ടപ്പോഴേ അയാൾ വീണു. ഇതെങ്ങനെ അനുഭവത്തിൽ നടക്കാൻ പോകുമ്പോൾ സഹിക്കുന്ന എങ്ങനെയാണെന്നാണ് എൻ്റെ സംശയം. ഗോവിന്ദിൻ്റെ അമ്മ പറഞ്ഞു. ചേട്ടാ, ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷ നഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? മകൻ്റെ ഭാവി വധുവിൻ്റെ അച്ഛനല്ലേ, അത് ഓർത്തോ നിങ്ങൾ? നിഖി, ഭാവി വധു ഇനി വേണ്ട. വരൂ, നമുക്ക് പെട്ടെന്ന് പോകണം. ഇപ്പോൾ പോയാൽ അമ്പലത്തിലെ ശീവേലി കഴിഞ്ഞ് തൊഴുത് മടങ്ങാം. ഭർത്താവിനെ എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ട് വീട്ടിലെത്താൻ നിഖില ശ്രമിച്ചുകൊണ്ടിരുന്നു. അയാൾ തുകിനയെയും ഗോവിന്ദുമായുള്ള വിവാഹം വേണ്ട എന്ന് റാം മോഹനെ അറിയിക്കണം എന്ന് മനസ്സിലുറച്ചു അവിടെ തന്നെ നിൽപ്പുറപ്പിച്ചു. അക്ഷമനായി അയാൾ ICUവിൽ ചെന്ന് സുമയോട് ചോദിച്ചു, റാം മോഹന് കുറവുണ്ടോ? സുമയുടെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവൾ കോപം കൊണ്ട് ജ്വലിച്ചു. നടന്ന ഒരാൾ വീഴണമെങ്കിൽ നിങ്ങൾ അയാളെ വേദനപ്പെടുത്തിയിട്ടുണ്ടാവും, തീർച്ച. തുകിനയുടെ അച്ഛൻ്റെ സുഖവിവരം നിങ്ങളോട് ഞാൻ പറയുന്നില്ല. ഈ അവസ്ഥയിലാക്കിയ നിങ്ങളെ എനിക്ക് കാണുകയും വേണ്ട. അത് പറയാനാണ് ഞാൻ വന്നത്. ഗോവിന്ദിന് താല്പര്യമുണ്ടാകും, പക്ഷേ ഒറ്റ മകനാണവൻ. നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ കണ്ണു പോയപ്പോൾ മകനുമായുള്ള കല്യാണം വേണ്ട എന്ന് ഈ സമയത്ത് പറയുന്ന നിങ്ങൾ ആരാണ്? സുമ പുറത്തേക്ക് വന്നു. ഗോവിന്ദിൻ്റെ അമ്മയോട് പറഞ്ഞു, നിങ്ങളും ഭർത്താവും ഞങ്ങളെ സങ്കടപ്പെടുത്താൻ എന്തിനു വന്നു? സുമയുടെ വാക്കുകൾ നിഖിലയെ വേദനപ്പെടുത്തി.